ഏതാ വലിയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ശ്രീലേഖ അവര് DGPക്കും കമ്മീഷനും നേരിട്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത് നടപടികളൊന്നും ആവശ്യമാണ് പഴയ DGP. അല്ല, അതായത് ആ സംഘർഷം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചാണ്. ഒരു ലോക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനെ പർവ്വതീകരിച്ചൊരു സംഘർഷത്തിലേക്ക് നയിച്ചപ്പോൾ അത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. ഒന്ന് അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാനും ദിവസം മുമ്പ് മാത്രം വന്ന ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് അവിടുത്തെ പ്രദേശത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നപ്പോൾ ഉണ്ടായൊരു സംഘർഷമാണ്. ഈ സംഘർഷത്തിൽ CPM ഒരു ഭാഗത്ത്, മറുഭാഗത്ത് BJP. ഇതവിടെ കുറേ കാലങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലും ഉണ്ടായിരുന്നു. പക്ഷെ അസംബ്ലി ഇലക്ഷനിൽ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ പര്യടനത്തിനെ പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം വന്നത്. പക്ഷെ ഞാൻ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മാത്രം അന്ന് LDF UDF സംഘർഷം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു എന്ത് പ്രകോപനം ഉണ്ടാക്കിയാൽ നമ്മൾ ഒന്നും പറയണ്ട. അന്ന് അത് കാരണം എൻ്റെ പര്യടനം ലേറ്റ്. എനിക്ക് നേരത്തെ മൈക്കില്ലാണ്ട് പ്രചരണം 10 മണി കഴിയുമ്പോൾ എനിക്ക് പ്രചരണം നിർത്തേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ 9:30 എൻ്റെ പ്രചരണം തീരണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ വാഹനം സ്ഥാനാർത്ഥി ഉൾപ്പെടെ എൻ്റെ വണ്ടിയെ തടഞ്ഞുകൊണ്ടാണെന്ന് പ്രചാരണം നടത്തിയത്. അവരുടെ LDFൻ്റെ യാത്ര നെട്ടയത്തെത്തിയപ്പോൾ BJP സംഘർഷം ഉണ്ടായി. അന്ന് അതിനുമ്പോൾ UDF സംഘർഷം ഉണ്ടാകണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടുകൊണ്ട് മാത്രം സംഘർഷം ഉണ്ടായില്ല. അപ്പോൾ അവിടെയൊക്കെ പോലീസിൻ്റെ അനാസ്ഥ കഴിഞ്ഞ ഈ ഇലക്ഷൻ കാലം തൊട്ട് പോലീസിൻ്റെ അനാസ്ഥ അവിടെ വളരെ പ്രകടമായിരുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായ സംഘർഷം എന്ന് പറയുന്നത്. കോർപ്പറേഷൻ സർക്കാരും പരസ്പരം കുറ്റം പറയുന്നു. ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്. ശിവൻകുട്ടി മേയറെ വിമർശിക്കുന്നു, മേയർ ശിവൻകുട്ടിയെ വിമർശിക്കുന്നു. ജനം പൈപ്പ് പറഞ്ഞാൽ ഷൂ എന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ തലസ്ഥാനത്തിൻ്റെ. ഏതായാലും 4-ാം തീയതി കഴിഞ്ഞ് പുതിയ UDF സർക്കാർ വരുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാന വാഗ്ദാനം തലസ്ഥാനത്തിന് സമഗ്ര കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലാറ്റുകളുടെ എണ്ണം കൂടുകയാണ്. സ്വാഭാവികമായിട്ടും ഫ്ലാറ്റുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഫ്ലാറ്റിലെ ജീവിതം. അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അതിനെന്താ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറയാം അതൊന്നും ചർച്ചയാക്കും. ഒരാളുടെ വിശ്വാസമാണ്. എവിടെ പോകണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ അവരുടെ അവകാശമാണ്. അപ്പോൾ അതിലൊരു കാരണവശാലും നമ്മുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് അധികം ഗുരുവായൂർ അമ്പലത്തിലാണ് പോയത്. ഞാനും ഗുരുവായൂർ ഭക്തനാണ്. അപ്പോൾ പിന്നെ അധികം പോയത് ശരിയല്ലാതെ എനിക്ക് പറയാൻ പറ്റും. ചിത്രം എടുത്താൽ എന്താ കുഴപ്പം? എന്താ ചിത്രം എടുത്തതിൽ തെറ്റൊന്നുമില്ല. ചിത്രം എടുത്തതിൽ അധികം കാര്യത്തിൽ ദർശനത്തിന് പോവുകയാണെങ്കിൽ ധൈര്യത്തിൽ പോകണം. ആര് തടയും? ഇടയ്ക്ക് ആൾക്കാർ ഫോട്ടോ എടുക്കും, സ്വാഭാവികമാണ്, ഇരുന്നോട്ടെ. അതിനെന്താ കുഴപ്പം? എന്താ ഫോട്ടോ ഇതിനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഗുരുവായൂരപ്പനെ തൊഴുകുന്ന രഹസ്യമായിട്ടല്ല ദൈവത്തിനെ തൊഴുകണ്ടേ. അതുകൊണ്ട് അധികം പോയത് നല്ല കാര്യമാണ്. പക്ഷെ ഫോട്ടോ എടുത്തപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയത് ശരിയല്ല. അത്രയും പറയും. അല്ല, ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ചോരാത്ത കെട്ടിട ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചല്ലോ. ഇനി ഞങ്ങൾ തുടങ്ങിക്കോളാം. ഞങ്ങൾ ചോരാത്ത കെട്ടിടം ഞങ്ങൾ ഉണ്ടായിക്കോളാം. എങ്ങനെ? ഞങ്ങൾ 100 വീടുകളുടെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായി. ഞങ്ങൾ പാലിക്കും. അതായത് ഇപ്പം ഒരു BJP-കാരിയായി മാറി. അതുകൊണ്ടാണ് പറ്റിയത്. സ്ട്രോങ് റൂമുകളുടെ പരിസരത്ത് പോലും ആരും പോകാൻ പാടില്ല. അതിന് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് അവിടെ ചെന്ന് അത് പുറത്ത് വീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാതെ ആരും സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് ചെല്ലാനോ തുറക്കാനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. അത് ചെയ്ത തെറ്റാണ്. പേരാമ്പ്രയിൽ ചെയ്ത തെറ്റാണ്.
മെറ്റീരിയൽസ് അതിൻ്റെ അടുത്തല്ല വെക്കേണ്ടത്. മെറ്റീരിയൽസ് വെക്കാനൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട്. സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് തന്നെ വെക്കണം മെറ്റീരിയൽസ്. ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഏർപ്പാട്. അത് ശരിയല്ല, അത് തെറ്റാണ് അത് ചെയ്ത പ്രവർത്തനം. അത് ഞങ്ങളുടെ പാർട്ടി സ്ട്രോങ് ആയി അതിനെതിരായി മുന്നോട്ട് പോകും.